Welcome to Mahimas cooking class. Pazham Pori അല്ലെങ്കിൽ ethakkaappam നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. ethakkaappam എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കും. എന്നാലും നല്ല ക്രിസ്പി ആയിട്ടുള്ള ethakkaappam എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത്. കണ്ടു നോക്കാം. ഇന്ന് ethakkaappamത്തിന്റെ ബാറ്റർ നമുക്ക് ആദ്യം പ്രിപ്പയർ ചെയ്യാം. ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഇവിടെ എടുത്തു വെച്ചേക്കുന്നത് 10 ടേബിൾ സ്പൂൺ മൈദ. മൈദ വെച്ച ഗോതമ്പ് പൊടി ഇഷ്ടം ഉണ്ടാക്കാം. 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി. അരിപ്പൊടിയാണ് നമുക്ക് ആ ഒരു നല്ല മൊരിമൊരിപ്പ് കിട്ടുന്നത്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ 1.5 ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ക്രിസ്പ് ആവാനായിട്ട് ഇടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ബേക്കിംഗ് പൗഡർ. നല്ല മൊരിമൊരിപ്പ് കിട്ടും. ബേക്കിംഗ് പൗഡർ ഇല്ലാത്തവർ അത് ഒമിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കാം. ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ ഇതിടുന്നത് നല്ല. 1/2 ടീസ്പൂൺ നിറച്ച് ഹീപ്ഡായിട്ട്, 1/2 ടീസ്പൂൺ ഹീപ്ഡായിട്ട് ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. മിക്സർ എല്ലാം കൂടെ ആദ്യം നന്നായിട്ട് വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഗ്രാജുവലി വെള്ളം ചേർക്കാം. ഒരുപാട് ലൂസ് ആവാതെ ഒരുപാട് തിക്കും ആവാൻ പാടില്ല. ആ രീതിയിൽ വേണം എടുക്കാൻ. ചിലർക്ക് ഇതിനകത്ത് മഞ്ഞൾപ്പൊടി നിറം വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം. ഞാൻ യൂഷ്വലി ഇടാറില്ല. മഞ്ഞൾപ്പൊടിയും എള്ളും ഒന്നും ചേർക്കാറില്ല. ചിലർക്കൊക്കെ അങ്ങനെ ഇടുന്നതാണ് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ ഈ ബാറ്ററിലേക്ക് തന്നെ എള്ളും ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാം. ഞാൻ 1/2 കപ്പ് മുഴുവൻ വെള്ളം ചേർത്തു. കുറച്ചും കൂടെ ആഡ് ചെയ്തു. ഒട്ടും കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഈ ബാറ്ററിന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പോ ഷുഗറോ ഒക്കെ കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പരുവം എനിക്ക് ബാറ്റർ വേണ്ട, ഈ ഒരു തിക്നെസ്. ഏകദേശം ഒരു 3/4 കപ്പോളം വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഏത്തക്കാപ്പത്തിനുള്ള ബാറ്റർ റെഡിയായി. പഴം പൊരി എന്നാണ് മിക്കവരും പറയുക. ഞങ്ങളുടെ സൈഡിലോട്ടൊക്കെ ഞങ്ങൾ ഏത്തക്കാപ്പം എന്നാണ് പറയുക. അപ്പോൾ ആദ്യം നമുക്ക് ഏത്തക്ക അപ്പം ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് എണ്ണ ചൂടാക്കാം. കുഴിഞ്ഞ പാത്രം വേണമെങ്കിൽ യൂസ് ചെയ്യാം, ചീനിച്ചട്ടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ ഫ്ലാറ്റായിട്ടൊരു ഫ്രൈ പാൻ യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് ഏത്തക്കയൊക്കെ സ്ലൈസ് ചെയ്ത് റെഡിയാക്കി വെക്കാം. എപ്പോഴും ഏത്തക്കാപ്പത്തിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരുപാട് പഴുത്ത ഏത്തക്കയല്ല, ഈ ഒരു മീഡിയം പഴുപ്പ് നാടൻ ഏത്തക്കയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം ചെറിയ സൈസിലുള്ള ഏത്തക്ക ഇന്ന് എടുത്തേക്കുന്നത്. അര കിലോ ഏത്തക്കയുടെ അളവിലാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഓരോ ഏത്തക്കയും 2ആയിട്ടോ 3ആയിട്ടോ സ്ലൈസ് ചെയ്യുക. ഞാൻ 3 പീസായിട്ട് എടുക്കുന്നത്. ചെറിയ ഏത്തക്ക ഉണ്ട്, ആക്ച്വലി 2ആയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം. ഇതേപോലെ ബാക്കിയുള്ള ഏത്തക്കയും കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ 2ആക്കിയാലും മതി. ഇങ്ങനെ 2ആക്കി വേണമെങ്കിലും എടുക്കാം. ഇവിടെ എണ്ണ ചൂടായി. ബാറ്ററിൽ നന്നായിട്ട് കോട്ട് ചെയ്യുക ഏത്തക്ക.
ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ടേൺ ചെയ്യുക. ആയിട്ടില്ല, കുറച്ചുകൂടെ ആവാനുണ്ട്. ഞാൻ ഏത്തക്ക ഫ്രൈ ചെയ്യുന്നൊരു മീഡിയം ഹൈ ഹീറ്റിലാണ്, ലോ ഫ്ലെയിമിലല്ല. എണ്ണ വല്ലാണ്ട് കുടിക്കും. ടേൺ ചെയ്യാം. മറ്റേ സൈഡ് ഇതേപോലെ ബ്രൗൺ ആവട്ടെ. നല്ല ഗോൾഡൻ ബ്രൗൺ ആയി ഇനി എടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള ഏത്തക്ക ഇതേപോലെ സ്ലൈസ് ചെയ്ത് ഫ്രൈ ചെയ്യാം. വലിയ ഏത്തക്കൊക്കെ ആണെങ്കിൽ 3 ആയിട്ട് സ്ലൈസ് ചെയ്യുക. ഇപ്പോൾ ചെറുതായെന്ന് വേണ്ട 2 ആയിട്ട് തന്നെ കട്ട് ചെയ്യുക. ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ടേൺ ചെയ്യാം. രണ്ട് സൈഡും ബ്രൗൺ ആകുമ്പോൾ എടുക്കുക. ഇപ്പോൾ എടുക്കുമ്പോൾ ടിഷ്യൂ പേപ്പറിലേക്ക് ഇടുവാണെങ്കിൽ ആ എക്സസ് ഓയിലെല്ലാം ഡ്രെയിനായി കിട്ടും. അല്ലെ ഒരു കിഴുത്ത പാത്രത്തിലേക്ക് ഇടുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഏത്തക്കാപ്പം അല്ലെങ്കിൽ പഴംപൊരി ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്രഞ്ചിയാണ്. അതിൻ്റെ ഔട്ടർ ബാറ്റർ നല്ല ക്രിസ്പിയാണ്. കുറേ നേരത്തേക്ക് ആ ഒരു ക്രിസ്പിനെസ് റീറ്റെയിൻ ചെയ്യും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്യുക. ഇത് ഞാൻ സെർവ് ചെയ്യുന്ന കോമ്പിനേഷൻ ഏത്തക്കാപ്പമായിട്ട് കഴിക്കാൻ നല്ലതാണ്. കൂടാതെ ബീഫ് കറിയുടെ കൂടെയൊക്കെ നല്ല എക്സലൻറ്റ് കോമ്പിനേഷനാണ്. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്യുക. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.